ഈ ചർച്ചയിൽ സഹപാനലിസ്റ്റായി പങ്കെടുത്ത ലീഗ് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള നമ്മുടെ നേതാവ്, അദ്ദേഹം വിദ്യാർത്ഥി നേതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും അദ്ദേഹം ദീർഘസമയം എടുത്തുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ഇടപെടുകയുണ്ടായി. അതിനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം വിശാലമായ അർത്ഥത്തിൽ മാവോയിസ്റ്റ് വേട്ട, പോലീസിനെ സംബന്ധിച്ച് അങ്ങനെ തുടങ്ങി നൂറായിരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ലീഗിന്റെ അഭിപ്രായം, അല്ലെങ്കിൽ ലീഗ് രാഷ്ട്രീയത്തിന്റെ ആഭിമുഖ്യമുള്ള ആളുകൾ പുലർത്താറുള്ള അഭിപ്രായ പ്രകടനം അദ്ദേഹം ഇവിടെ പറഞ്ഞു. ഞാൻ എന്തായാലും അതിന് സൂക്ഷ്മതയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും പോകാൻ സമയമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടാ ചെറ്റേ, അവിടെ വെച്ച് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞത് നേരിയ പ്രതിരോധമെങ്കിലും പ്രതിരോധ ശ്രമങ്ങളെങ്കിലും നടക്കണ്ടേ ജയിക്ക്? ഇപ്പോൾ കോടതിയിൽ പോയി ജയിച്ചോ എന്ന് നോക്കിയിട്ടല്ലോ കോടതിയിൽ പോവുക. അവർ പോയിട്ട് അവർ തോറ്റതാണ്, അതുകൊണ്ട് നമുക്ക് ഏതായാലും ആ വഴി പോകണ്ട എന്ന് തീരുമാനിക്കില്ല. നിങ്ങളിൽ നിന്നും കുറച്ചുപേർ അവിടെ പോയിന്നേ, കോടതിയിൽ പോകുന്ന ആലോചിക്കാൻ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയി തിരിച്ചു വിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വേണ്ട, നിയമ പോരാട്ടം വേണ്ട എന്ന് പറയുന്നത് നിയമ പോരാട്ടം എന്നൊരു സമീപനമാണല്ലോ. ആ സമീപനത്തിലേക്ക് നിങ്ങൾ പോയിട്ടില്ല ജയിക്ക്. എല്ലാം തകർന്നു. ഇത് നിങ്ങൾക്ക് UDF-ഉമായുള്ള തർക്കമാണോ ജയിക്ക്? ആത്യന്തികമായി ഈ വിഷയത്തെ എത്രത്തോളം നിങ്ങൾ ആ രൂപത്തിൽ ഉൾക്കൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ വിശ്വസിക്കുന്ന അണികളോടാണ് ഇതിൽ വിശദീകരിക്കേണ്ടത്. നിങ്ങൾക്കൊപ്പം സമരം ചെയ്തവരോടാണ് വിശദീകരിക്കേണ്ടത്. അനിവാര്യ ദുരന്തം വന്നതുപോലെ ഇതിനെ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. അതെ, ലേഹ്യം വാങ്ങി കഴിക്കുക, അല്പ കുറവ് കിട്ടും.